വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അവസാനം കുറേ നാൾക്ക് ശേഷം എൻ്റെ അടുത്ത വ്ളോഗ്. 7th ലൈഫ് ഈസ് റിയലി ഹാർഡ് ബട്ട് 6th വാസ് ഹെൽ. എന്താ അറിയോ, 6th തീരെ കൊള്ളൂല. മാത്സ് നോ. സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൻ്റെ കട്ടി ഇത്ര ഉണ്ടായിരുന്നു. ഇത്ര ഇപ്പോൾ എൻ്റെ സ്കൂളിലെ 6th ഇപ്പോൾ അവിടെ നിന്ന് ഇതാണ്ടാവും. പിന്നെ സ്റ്റെപ്പ് 5A സുഖം. കാരണം എന്താ, 2nd ഫ്ലോർ വാഷ്റൂമിൻ്റെ സൈഡിലാണ് 5A. അതുകൊണ്ട് നോ ലിഫ്റ്റ്, നോ എലവേറ്റർ. സോ ഇന്ന് 28 സെപ്റ്റംബർ. വാട്ട് ഐ ഡിഡ് ഇൻ എ ഡേ ആണ്. സമയം 2:20. ഇപ്പോഴാണ് വ്ളോഗ് എടുക്കാൻ തോന്നിയത്. ആൻഡ് ഐ എം സിക്ക് ആൻഡ് ടുഡേ ഇസ് എ സൺഡേ. എനിക്ക് പനി അല്ല, ബട്ട് പനിയുള്ളത് പോലെ. പനിയല്ല, പക്ഷെ മൂക്കടപ്പും സൗണ്ട് വ്യത്യാസമുണ്ട്. കഫക്കെട്ടുമില്ല. ജലദോഷം എന്ന് പറയാം, പക്ഷെ തുമ്മലും ചുമയുമില്ല. ജസ്റ്റ് ഈ ഒരു മൂക്കടപ്പ് ബി ലൈക്ക് ഈ ഒരു സൈഡ് ഈ കല്ലും കൊണ്ട് ഗുഹ മൂടിയ മാതിരി, ഈ ഒരു സൈഡ് വാട്ടർഫോൾസും. ആ ഒരവസ്ഥയിലാണ് ഞാൻ. 28 സെപ്റ്റംബർ. 29 ക്ലാസ് ഉണ്ടോയെന്ന് അള്ളാഹ്ക്കറിയാം എന്ന് വിചാരിക്കുന്നു. ഓക്കേ, ഇത് വ്ളോഗ് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവും 28 സെപ്റ്റംബർ എന്താണ് പ്രത്യേകത എന്നുള്ളത്. സോ വാട്ട് ഐ ഡിഡ് ഇൻ എ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഐ ബീൻ ടു യാപ്പിംഗ് ടു മച്ച്. സോ ബൈ. നമുക്ക് ഇനി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകും നമുക്ക് ലൈവായിട്ട് കാണാം. സ്വിച്ച് ബോർഡ് തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ അമ്മൻ്റെ റൂമിലെ സ്വിച്ച് ബോർഡ് തിരഞ്ഞെടുത്തത്. ഇനി ഈ സ്വിച്ച് ബോർഡിൽ കുറേ സ്വിച്ചുകളുണ്ട്. ഇതിൽ ഏത് സ്വിച്ചാണ് ഇടേണ്ടതെന്ന് തീരുമാനിക്കുക. ഞാൻ ഈ സ്വിച്ചാണ് ആദ്യം ഇടുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ചിന് തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടാവും. എല്ലാ സ്വിച്ചിനുണ്ട് ആ ഒരു ഭാഗം. നമ്മുടെ പോയിൻ്റ് ചൂണ്ടുന്ന ആ വിരലില്ലേ, ഇൻഡെക്സ് ഫിംഗർ. ഇൻഡെക്സ് ഏതെങ്കിലും ഫിംഗർ അല്ലെങ്കിൽ മൊത്തത്തിൽ കൈ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. ഇൻഡെക്സ് ഫിംഗർ എടുത്തിട്ട് തള്ളി നിൽക്കുന്ന അടിഭാഗത്തിലേക്ക് പ്രസ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് ഓൺ ആവും. ഇനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ മുകളിൽ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഓഫായി. ഇനി ഇതൊന്നും ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് ഈസി എന്താണെന്നറിയാം. ചൂണ്ടുവിരലെടുക്കുക, സ്വിച്ചിൻ്റെ പുറകെ പിടിക്കുക, കുത്തുക, എന്നിട്ട് ഓഫ് ചെയ്യാൻ മേലെ കുത്തുക. സിമ്പിൾ. എൻ്റെ ഗൈസ്, ഞാൻ മേക്കപ്പ് വെക്കുന്ന ടേബിളാണ് ഈ അലങ്കോരായി കിടക്കുന്നത്. നമുക്കിതൊന്ന് ഒതുക്കാം. നമുക്കിതൊക്കെ ഒന്ന് പതുക്കെ ഒതുക്കണം. ഒതുക്കുമ്പോൾ എനിക്ക് ഈ ഭാഗത്തുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇത് മൊത്തത്തിൽ കാര്യമാക്കണം. ഇത് താഴെ വെക്കും. ഇതിനകത്ത് ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഓരോ ടൈപ്പ് പെർഫ്യൂമാണ് വെക്കുന്നത്. മോസ്റ്റ്ലി ബട്ട് വെരി റെയർ ആയിട്ടുള്ള പെർഫ്യൂമാണ് ഞാൻ പുറത്തടിക്കാൻ എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ അടിക്കാനേ എടുത്തിട്ടില്ല. ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ടുള്ള കളക്ഷൻ ആട്ടോ ഗൈസ്. ഇത് NB വൈൽഡ്, NB വൈൽഡ് പ്യുവർ ഹോം. പ്യുവറല്ല, പോറാണ്. പൂവറല്ല, പ്യുവറും അല്ല. ഒഴിക്കുക എന്നുള്ളത്ത പോർ ഹൊമ്മയോ എന്തൊക്കെ പേരാണ്. ഫ്രാൻസ് കാണുന്നത് ഇതിൻ്റെ. പിന്നെ എൻ്റെ ക്ലോ ക്ലിപ്പ്, യു ബിലോങ് ഇൻ ഹിയർ ഗൈസ്. എനിക്കിപ്പോൾ ഫ്ലവർ ക്ലിപ്പ് കിട്ടി ഗൈസ്. പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മൈ മൂവീസ് ടു ഷോർട്ട്. പിന്നെ ഒരു വശ. പിന്നെ ഇത് ഫ്രാൻസിസ് ഊത് കണക്ഷൻ. ഇതൊക്കെ എൻ്റെ കാട്ടെ, ഞാൻ പൈസ വാങ്ങിക്കുന്നത്. പിന്നെ ഈ ഒരു അത്തറ്, ഇത് ഈ ഒരു അത്തറ്, പിന്നെ ഇതിൽ അല്ലറ ചില്ലറ പൈസ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് ഇനിക്കുന്നത് വെറുതെ വെക്കുന്നു. ഇത് തഴേക്ക് വെക്കണം. പിന്നെ എൻ്റെ ഡസ്റ്റ് ബിൻ ചവറാണ് ഗൈസ്, ചവർ. പിന്നെ ചവർ പാത്രം പറയുമ്പോൾ ചവർ തന്നെ ആയിരിക്കും. എനിക്ക് സ്റ്റിക്കർ കോരി കളഞ്ഞു. സ്റ്റിക്കറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് ഈ ഒരു ടംബ്ലർ പൊട്ടി. ഇതൊക്കെ പൊട്ടിപ്പോയ സാധനങ്ങൾ. പിന്നെ ഞാൻ വാങ്ങിച്ച ആൽക്കഹോൾ മാർക്കറാണ്, സാധാരണ മാർക്കറാണ് അറിയില്ല. ഞാൻ മാർക്കർ സെറ്റ്. നമുക്കിതൊക്കെ തുടച്ച് വൃത്തിയാക്കാം എന്ന് ഞാൻ പറയുന്നു. തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം. സോ ബൈ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ടേബിൾ ഒതുക്കിയിരിക്കുന്നു. പിന്നെ സൈഡിലൊരു മിററും വെച്ചു.
ടേബിളൊക്കെ ഒന്ന് തുടച്ചടിച്ച് വാരി സെറ്റാക്കി. ഒതുക്കി സെറ്റാക്കി. പിന്നെ ഈ സൈഡിൽ നിസ്കാരപ്പായ വെച്ചു. അങ്ങനെ അത്രയേ ഉള്ളൂ ഈ ടേബിൾ ഒതുക്കുക. ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കിച്ചണിലെത്തി. കിച്ചണിലെ ചോറിൻ്റെ സെറ്റാണ് ഞങ്ങൾ ഈ അടുത്ത് ലുലു പേപ്പർ വാങ്ങിച്ച റോൾഡ് ഓട്സ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് രാവിലത്തെ ഗ്രീൻ പീസ് കറി, ഗ്രീൻ പീസ് ഇടാം, കുറുമ വെച്ച്, ഉച്ചക്കറി, ചോറ്, ചീരയും പരിപ്പ് കറിയുടെ ഒരു മിക്സർ, ചിക്കൻ റോസ്റ്റ്, പിന്നെ അതിൻ്റെ അടിയിൽ മാങ്ങയും മുളകും ഇട്ട മീൻകറി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ചോറിന്. ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഞാനെൻ്റെ ഹൈ ലഞ്ച് ഉണ്ടാക്കുകയാണ്. ചോറ് മതി. ചോറിട്ടു. പിന്നെ പ്ലാന് ചോറും പരിപ്പ് കറിയും ഒരു ഓംലേറ്റ് ഉണ്ടായി തിന്നാന്നാണ്. എനിക്ക് എൻ്റെ ഫേവററ്റ് സാധനം ഇത് സൈഡിലാണ് എവിടെയാണ് കാരണം ഇത് ആദ്യമായിട്ട് തിന്നുന്നതാണ്. നമുക്കന്നൊരു ഓംലേറ്റ് അടിക്കാം. ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഉള്ളി, ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്യണം. ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അല്ല, സ്ഥിരമായിട്ട് അടുക്കളയിൽ പരീക്ഷണമാണ്. ഞാൻ സയൻറ്റിസ്റ്റും അടുക്കള ലാബുമാണ്. ഇതൊക്കെ ഒന്ന് കഴുകും. ഇതൊക്കെ നമ്മൾ കഴുകി നമുക്ക് ഉള്ളി പതിയെ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇടാം. നമ്മുടെ കട്ടിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി വേണ്ടത് മുട്ട. നമുക്ക് വേണ്ടത് മുട്ട, അത് മാത്രം മതി. പിന്നെ ഒരു സ്പൂണും. പക്ഷേ സ്പൂണ് നമ്മൾ മിക്സിനും, കത്തി അടുത്തത്, കത്തി മുട്ട പൊളിക്കാനും. ലുക്കിംഗ് ഗുഡ്. കൈ ഒന്ന് കഴിയട്ടെ. കഴിയ വന്നു. നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇത്തിരി ഉപ്പ് മതി. ഇത്തിരി ഉപ്പ്. ഗുഡ് ലുക്കിംഗ്. നമുക്ക് അടുത്തെന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റവ് നമ്മൾ കത്തിക്കണം. ഈ ഒരേ ഒരു സ്റ്റവ്, ഒരു പാൻ വെച്ചിട്ട് സ്റ്റവ് കത്തിക്കണം. സക്സസ്ഫുള്ളി സ്റ്റവ് കത്തിച്ചു. പാനിലെ വെള്ളം പെതിയെ വറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ പാനിലേക്ക് ഇത് ഇടണം. അതാണ് മിഷൻ. നമ്മൾ ഈ എണ്ണ സ്റ്റോക്കിൽ നിന്ന് ഈ ഒരു എണ്ണ എടുക്കുന്നു. കാരണം
ഹാൻഡിയാണ് ഇത് സ്പ്രേ. കാരണം ഒരു മറ്റേ ഈ ആനിമേഷൻ മൂവിൽ കാണുന്ന ഈ സ്കാനറില്ലേ ഇങ്ങനെ പോകുന്നു അതുമാതിരി ഇതടിക്കുക. നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ഒഴിച്ചെടുക്കണം. ഒഴിച്ചെടുക്കും. നമുക്കിത് മേക്കിംഗ് പ്രോസസ്സ് കാണാൻ, കാരണം ഈ സാധനം എപ്പോഴും പിടിച്ചിട്ട് എനിക്ക് വയ്യ. വെൽക്കം ടു മൈ കുക്കിംഗ് ചാനൽ. നമ്മുടെ മുട്ട ഇവിടെ ആവുന്നുണ്ട്. ഇതെന്തോ ഇതില്ലാത്തത്. ചട്ട എടുത്തിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഫുള്ളടക്കള പുകയിലാണ്. തീയൊന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ട കിട്ടും. ഇന്ത്യൻ മാപ്പ് പോലെ, ഇന്ത്യൻ മാപ്പല്ല വേൾഡ് മാപ്പ് പോലെ ആയിട്ടുണ്ട് മുട്ട. വേൾഡ് മാപ്പ് മുട്ട. മാപ്പ് മുട്ട നമ്മൾ സാധാരണ ഓംലെറ്റ് അല്ല, വേൾഡ് മാപ്പ് ഓംലെറ്റ് ആണെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. കുരുമുളക്, നമുക്ക് നമ്മുടെ പ്ലേറ്റും സാധനങ്ങൾ എടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് മീൻചാറ് എടുക്കാം. നമുക്ക് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗ്രാൻഡായിട്ട് എങ്ങോട്ടുമില്ല, ജസ്റ്റ് ഒന്ന് മേളിൽ പോവാം, 2-3 പ്രാവശ്യം സ്റ്റെപ്പ് നടക്കുക, തിരിച്ച് വരാം. റുട്ടീൻ. രാവിലെ ഒരു 5 ലാപ്പ് ഓടി, ശേഷം ഒന്ന് ഓടി 4 പ്രാവശ്യം സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങി. അപ്പോൾ പ്രാവശ്യം നമ്മൾ വെറുതെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പാർക്കിംഗ് ലോട്ട്സ്, ഇവിടുത്തെ പാർക്കിംഗ് ലോട്ടിലാണ് നമ്മളിപ്പോൾ. ഇവിടെ അപ്പുറത്ത് ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, പറമ്പുണ്ട് ഇവിടെ അപ്പുറത്ത്. അപ്പോൾ ജനലിൽ കൂടെ പുറത്തൊക്കെ കാണാം, പക്ഷെ അത്രയും നല്ലൊരു വ്യൂ ഇല്ല. സോ വീട് നല്ല നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടുത്തെ ടെറസ് ഉണ്ട്, പക്ഷെ ടെറസിലേക്ക് ആക്സസ് ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പം പോയിട്ടുണ്ട്. സോ അതാണ് ചുറ്റുപാട്. നമുക്കിനി ഇവിടെ ഉള്ളത് കാണാം. ഞാൻ ഈ ഒരു വ്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറമ്പുണ്ട്. പറമ്പ് ഇവിടെ താമസിക്കുന്നവർ ഈ പറമ്പ് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ വ്യൂ. ആ ഫ്ലാറ്റിലും കുറേ പേര് താമസിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പറമ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ നല്ല നല്ല വ്യൂ ആണ്. ഈ അടിഭാഗം നോക്കണ്ട, ഇത്രയും നോക്കിയാൽ മതി, നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ ഇവിടുത്തെ വ്യൂസ്. പിന്നെ അടുത്തത് ഒന്ന് കാണാൻ പറയാനുള്ളത്, ഇത് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഇത് ഈ ഒരു സ്പേസ്. സ്കൂളിൽ ബസ് ആകുമ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കാൻ. ബസ് എന്നിട്ട് അവിടെ നിന്ന് ഇവിടോട്ട് നടന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് നടക്കും. ബാഗ് ആ സൈഡിലൊന്നുമില്ലെങ്കിൽ ഈ സൈഡിൽ ഊരിയിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഞാൻ നടക്കും. അപ്പോൾ ബസ് അടുക്കലും പിന്നെ അവിടെ മാത്സ് ആകുന്നത്. പിന്നെ അടുത്തത് കാണാനുള്ളത് എന്ന് ചോദിച്ചാൽ അപ്പുറത്തെ സൈഡ്, അതായത് ഞാൻ കിടക്കണ റൂമിൻ്റെ ജനൽ അപ്പുറത്ത് നോക്കിയാൽ കാണുന്നത് ഒരു ഡാൻസ് ക്ലാസ്സാണ്. അപ്പം എനിക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് അടിക്കും. അങ്ങനെയാണ് നിങ്ങൾ അമ്യൂസിംഗ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഇതിൽ കൂടി കയറി പോയാണ്, പക്ഷെ പോകാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ശനോ. അവിടെ പിയാനോ ക്ലാസ്, ഇവിടെ ഡാൻസ് ക്ലാസ്. രസമായി. അങ്ങനെ
ഇപ്പോൾ യൂട്യൂബ് എന്തായാലും എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. കാരണം മോസ്റ്റ്ലി എല്ലാ വീഡിയോസിൽ കോപ്പിറൈറ്റ് അടിയാണ് എനിക്ക്. പിന്നെ ഉള്ളത് ഇവിടെ ഈ ഒരു മണ്ണിൻ്റെ മലയാളം കയറി കളിക്കും. താഴേക്ക് നടക്കും. ഇവിടെ കാണാൻ രസമില്ലെന്ന് അറിയാവുന്നില്ല. പിന്നെ ടെറസിൽ പോകണം. ടെറസിൽ നല്ല വ്യൂ കിട്ടും. പക്ഷെ എന്നാൽ പേടിയും ആവും. വീണോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ പാർക്കിംഗ് ലോട്ടാണ് ഇവിടുത്തെ പാർക്കിംഗ് ലോട്ടാണ്. ഒന്ന് അങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം. ആസ് ഐ സെഡ് ഇൻ ദ സ്റ്റാർട്ടിങ്, എനിക്ക് പനിയില്ല, എന്നാലും പനിയുള്ളത് പോലെ. പക്ഷെ പനിയല്ല, പക്ഷെ മൂക്കടുപ്പും ജലദോഷമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ട്, അവിടെ മാത്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ തിരിച്ചാണ്. ഇവിടെ കാണാൻ രസമായിട്ടൊന്നുമില്ല എന്ന് പറയില്ല. ചുറ്റുപാട് ഇത്തിരി കൂടി കാണിച്ചു തരാം. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. എൻ്റെ സിസ്റ്റർ എനിക്ക് പിസ്സ വാങ്ങിച്ചു തന്നു. പിസ്സ ഹട്ടിന് അൺബോക്സിങ് ഫ്ലെക്സ് ഇറ്റാലിയൻ സീസണിങ്. ഹാപ്പി. എൻ്റെ കൂടെ ഒന്ന് ചില്ലി ഫ്ലേക്സ് പൊട്ടിച്ചിടാം. ഞാൻ എൻ്റെ കൂടെ തന്നെ വന്ന ഇറ്റാലിയൻ സീസണിങ്. ഇത് മോസ്റ്റ്ലി ഒറിഗാനോ ആണ്. എനിക്കുള്ളിലുണ്ട്. ഉമ്മ പിസ്സ ഒന്നുമില്ലല്ലോ. ഇനി പിസ്സ വീട്ടിൽ കയറ്റിറക്കുന്നതാണല്ലോ. കത്തി പീസ ആക്കിയിട്ടുണ്ടല്ലോ ഇവിടെ തപ്പര്. അറിയില്ല. ടേസ്റ്റാ? അതിൽ ക്യാപ്സിക്കം, എന്തോ 2 തരം സോസ്, ചിക്കനാണോ ബീഫാണോന്ന് അറിയില്ല. ലൈഫ് ഹാക്ക് നമ്പർ 1. എങ്ങനെ ഈസിയായി നടക്കാം. നടക്കുമ്പോൾ നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം. ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് നിൽക്കും. ലൈഫ് ഹാക്ക് നമ്പർ 2. ആദ്യം റൈറ്റോ ലെഫ്റ്റോ സൈഡിലെ ലെഗ് ആദ്യം വെക്കണം. ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലെഗാണ് ആദ്യം വയ്ക്കാൻ വിചാരിക്കുന്നത്. അതാണ് നമ്മൾ റൈറ്റ് സൈഡ്, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ കാല്, റൈറ്റ് സൈഡിലെ കാല്, ലെഫ്റ്റ് സൈഡിലെ കാല്, റൈറ്റ് സൈഡിലെ കാല്, ലെഫ്റ്റ് സൈഡിലെ കാല്, റൈറ്റ് സൈഡിലെ കാല്, ലെഫ്റ്റ് സൈഡിലെ കാല്, റൈറ്റ് സൈഡിലെ കാല്. ഇത് നമ്മളിത് ഇത്തിരി സ്പീഡാക്കുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ നടക്കുന്ന മാതിരി നടക്കും. ഇനി ഇത്തിരിയും കൂടെ സ്പീഡ് കൂട്ടിയാൽ നമ്മൾ ഓടും. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഒരു ലൈഫ് ഹാക്കിൽ ഓട്ടവും ചാട്ടവും ഓടുന്നതും നടക്കുന്നതും നമ്മൾ പഠിച്ചിരിക്കുന്നു. സോ ഫോർ മോർ ലൈഫ് ഹാക്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈഫ് ഹാക്ക് നമ്പർ 1 ഫിനിഷ്. ഇനി അടുത്തത് എന്ത് ചെയ്യും?
സ്വിച്ച് ഓണാക്കാൻ നമ്മൾ പഠിച്ചു, നടക്കാനും ഓടാനും നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യും? അറിയില്ല ഗൈസ്, I don't know guys what to do next. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇത്തിരി കിച്ചൺ പരിപാടി ഉണ്ട്, ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ട്. സമയം എത്രയായി? ഇത്തിരി നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ ഇത്തിരി ഊതി കത്തിച്ച് റൂമിൽ സ്കൂളാക്കുന്നുണ്ട്. സോ ദ ടൈം ഈസ് 5:50 ആയി. സോ നമുക്കിവിടെ എല്ലാം പിന്നെ നേരത്തുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ജനൽ അടക്കുക എന്നുള്ളതാണ്. ജനലടിച്ച് കഴിഞ്ഞാലുള്ളത് ജനലടിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. ഇനി അടുത്തത് ടി വി ഓഫ് ചെയ്യുക, അടിച്ചു വാരുക, ഒതുക്കുക, അടിച്ചു വാരുക. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സ്റ്റെപ്പ് 1 ശരിപ്പെടുക. ഇനി സ്റ്റെപ്പ് 2 ഇത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നൈസായിട്ട് അങ്ങ് അടിച്ചു വാരുക. അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. നമുക്ക് ഊത് കത്തിക്കാം. സോ നമ്മളിവിടെ മരിക്കുന്ന സമയത്ത് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ബഹൂറാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്ന. സോ അതിന് നല്ലൊരു ഊതിൻ്റെ മണ്ണുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും? തേങ്ങാ ചിരട്ട കത്തിക്കും. തേങ്ങാ ചിരട്ട കത്തിച്ച് അതിനകത്തിട്ടും എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുന്നു, ബഹൂറെടുക്കുന്നു, അതിൻ്റെ മേലിടും. പുകഞ്ഞോളും തന്നെ, പുകയിലക്കണം. നമ്മളെന്ത് ചെയ്യും? ഈ അറേബ്യൻ നൈറ്റ് വൈബ് തരുന്ന ഈ സാധനം അടച്ചു വയ്ക്കും. നമ്മളിത് അടച്ചു വെച്ചിട്ട് പതിയെ ഓടും കൊണ്ടുപോയി വെക്കും. അറേബ്യൻ നൈറ്റ്സ് ആ ഒരു വൈബ് ഈ സാധനത്തിൽ. നമ്മൾ ഇവിടെ ഹോളിലെ ടേബിളിൻ്റെ അവിടെ വെക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് ആടുണ്ടായ കാല് ജഗ് നിറച്ചു. നല്ലൊരു പാട്ട് കണ്ട് ഇഷ്ടമായിട്ട് ആ പാട്ടിൽ ലിറിക്സ് എഴുതിയെടുത്തു. എനിക്ക് അതിനൊക്കെ സെപ്പറേറ്റ് ബുക്സ് ഉണ്ട്. സോ എൻ്റെ ഇത്തിരി ഫ്രണ്ട്സ് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തു. ഇത് ചെയ്യാൻ ഫ്രണ്ട്സ് പിന്നെ സിസ്റ്റേഴ്സ് വിളിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഫോൺ എടുത്തു. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.